അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലാണല്ലോ ഉള്ളത്. അവിടെ എത്ര പേര് ഉണ്ട്? അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അത്രമേൽ ദുരന്തമുഖത്തെ വേദനയുള്ള കാഴ്ചകളാണ്. ഈ പേരുകൾ വിളിക്കുമ്പോൾ തങ്ങളുടെ ഉറ്റവരുടേതാകരുത് ഈ മൃതദേഹം എന്ന് വന്ന് കണ്ടു നോക്കി അങ്ങനെ ഉറപ്പുവരുത്തുകയാണ്. ഇന്ന് അവരുടെ അത്രയും വേദനയുള്ള മുഖങ്ങൾ കരഞ്ഞു കലങ്ങിയ വിതുമ്പി പൊട്ടുന്ന ആളുകളെയാണ് നമ്മൾ ഈ ആശുപത്രിക്ക് സമീപമായപ്പോൾ മൃതദേഹം ഇവിടെ വെച്ചിരിക്കുകയാണ്. ആളുകളെ തിരിച്ചറിയാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഈ ചൂരൽമലയിൽ നിന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഒക്കെ കഴിഞ്ഞെത്തുന്നവർ ഇപ്പോഴും കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ആംബുലൻസ് വീണ്ടും ഓരോ മിനിറ്റിലും ആംബുലൻസ് ചീറിപ്പാഞ്ഞ് സൈറൻ മുഴക്കിക്കൊണ്ട് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് എന്തായാലും കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നാട്ടുകാരുടെ ഒരു സാന്നിധ്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇവരുടെ വോളണ്ടിയർമാരുണ്ട്. എന്താണ് ഈ രാവിലെ തൊട്ട് ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്? കൂടുതൽ ആളുകളെ വീണ്ടും എങ്ങനെ എത്തിക്കുന്നുണ്ടോ? നാട്ടുകാരെ തന്നെയാണോ? രാവിലെ മുതൽ ഞങ്ങളെല്ലാവരും അതിരാവിലെ 2 മണി തൊട്ടിട്ട് നമ്മുടെ മുണ്ടക്കൈ ഭാഗത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 10-60 ആൾക്കാരുടെ ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വളണ്ടിയേഴ്സും നാട്ടിലെ യുവാക്കളും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പല ആൾക്കാരുടെ ബോഡികളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അതെല്ലാം രക്ഷാപ്രവർത്തനവും എല്ലാവരും സജ്ജരായിട്ട് പാലിൽ എല്ലാവരും ഒരേപോലെ തുല്യരായിട്ട് ഇവിടെ ഫുള്ള് സജീവമായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിശക്തമായ എന്താ പറയുക, നമുക്ക് ആർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഇനി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഒരുപാട് ഇവിടെ തന്നെ ഉണ്ടാവും. ഇഷ്ടം പോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അൺനോൺ ബോഡികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതിപ്പോഴും അതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് വേറെ അതർ സ്റ്റേജായ DNA അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ക്രിട്ടിക്കലായ ആൾക്കാർ പോലും ഇവിടെ ഉണ്ട്. ഈ ചൂരൽമലയിൽ നിന്നൊക്കെ എപ്പോഴും ആളുകളെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ? അതെ, ചൂരൽമലയിൽ നിന്നൊക്കെ ഇപ്പോഴും പഞ്ചായത്ത് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നുണ്ട്. ബാക്കി ഇപ്പോൾ റെസ്ക്യൂ രാത്രി ആയതുകൊണ്ട് റെസ്ക്യൂവിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെ എത്ര പെട്ടെന്ന് കിട്ടട്ടെ എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷയുള്ളത്. അത്തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടു, ഒരുപാട് ഈ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലുള്ളവരുണ്ട്, ഈ ഉറ്റവരെ കാണാതായതിൻ്റെ ആശങ്കയിലുള്ളവരുണ്ട്. അത്തരത്തിൽ വളരെ സങ്കടജനകമായ കാഴ്ചകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ആശുപത്രികളിലുമായൊക്കെ നമ്മൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ആശുപത്രിക്ക് സമീപമായി തന്നെയാണ്. 1 കിലോമീറ്റർ അകലെയായി തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും കൂടുതൽ ആംബുലൻസുകൾ ഈ മണിക്കൂറിലും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ രക്ഷാപ്രവർത്തനം ഈ ചൂരൽമലയിലൊക്കെ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ കൂടുതൽ പേരെ ഇങ്ങോട്ട് പരിക്കേറ്റവരെയൊക്കെ എത്തിക്കുന്നുണ്ട്. ഈ വിംസ് ആശുപത്രിയിൽ ഉൾപ്പെടെ ഈ പരിക്കേറ്റവരെ എത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് ഈ മേപ്പാടി സ്വകാര്യ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് അടുത്തായുള്ള ഇവിടേക്കാണ് മൃതദേഹങ്ങളാണ് എത്തുന്നത്. അത് തിരിച്ചറിയാനായി കൂടുതൽ പേരെത്തുന്നത് നമുക്ക് കാണാം.